മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒരു മനുഷ്യനെ ഏറ്റവും ദുർബലനാക്കുന്ന ഒരു കാര്യമാണ് ഭയം. ഭയം എന്നത് വളരെ പെട്ടെന്ന് മനുഷ്യനെ തളർത്തുന്ന ഒരു വികാരമാണ്. സ്ത്രീയുടെ പിശുക്ക് പുരുഷനെ രാജാവാക്കും. എന്നാൽ പുരുഷന്റെ പിശുക്ക് സ്ത്രീയെ യാചകയും ആക്കുന്നു. ഭക്തരെ, ആരും നിങ്ങളുടെ കണ്ണീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. എന്നാൽ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നു. ഭക്തരെ, മറ്റൊരാളുടെ കണ്ണു നിറച്ചുകൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന ഏതൊരു സന്തോഷത്തിനും അല്പായുസ്സേ കാണൂ. സത്യം എത്ര വേദനാജനകമാണെങ്കിലും ഒരു ധൈര്യശാലിയായ മനുഷ്യൻ സത്യസന്ധനായിരിക്കും. അതേസമയം ഒരു ഭീരു നുണകൾക്കും വഞ്ചനകൾക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കും. ഭക്തരെ, ചിലർക്ക് അവരുടെ തീരുമാനങ്ങളും ചിന്തകളും അവരുടെ ശരികളും മാത്രമാണ് ശരി. പക്ഷേ അത് മറ്റുള്ളവരുടെ കണ്ണ് നിറയ്ക്കുന്നതോ ഹൃദയം തകർക്കുന്നതോ ആയാലും അവർക്ക് അതൊന്നും പ്രശ്നമേയല്ല. ജീവിതത്തിൽ നിങ്ങൾക്കു വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങും. ഭക്തരെ, വൈകി വരുന്ന തിരിച്ചറിവുകൾക്ക് കൂട്ടായി സമയം ഒരിക്കലും കാത്തു നിൽക്കില്ല. പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ മനസ്സിൻ്റെ ശക്തി ഇല്ലായ്മയാണ് നിങ്ങളെ തളർത്തുന്നത്. പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ടുള്ള ജീവിത വിജയം സ്ഥിരത കൈവരിക്കും. ഭക്തരെ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാണ് നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കുന്നത്? ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഏറ്റവും മനോഹരമായി. ഒറ്റപ്പെടുത്തിയവർക്ക് ഒരിക്കലും അറിയില്ല ഒറ്റയ്ക്കായി പോയവരുടെ വേദന. നിങ്ങളുടെ വില നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ്, അല്ലാതെ മറ്റുള്ളവരല്ല. സ്വയം നാശത്തിനും നരകത്തിനും 3 കവാടങ്ങളുണ്ട്: കാമം, കോപം, അത്യാഗ്രഹം. എല്ലാ അനുഭവങ്ങളും ഓരോ തിരിച്ചറിവുകളാണ്. എങ്ങനെയാവണം, എങ്ങനെ ആവരുത് എന്ന തിരിച്ചറിവുകൾ. ഭക്തരെ, സന്തോഷം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. മടുത്തുപോയവരാണ് മാറ്റി നിർത്തുന്നത്. ഇഷ്ടമുള്ളവർ ചേർത്തു തന്നെ നിർത്തും. അവകാശിക്ക് അവകാശപ്പെട്ടത് തട്ടിയെടുത്ത് ജീവിക്കുന്നവർ ഓർക്കുക, എല്ലാം താൽക്കാലികം മാത്രം. ഒരാളെ നിങ്ങൾ ജീവന് തുല്യം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. കാരണം ആത്മാവ് തൊട്ടറിഞ്ഞ സ്നേഹത്തിന് അദൃശ്യമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തി അവരെ നിങ്ങളിലേക്കെത്തിക്കും. ഭക്തരെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാ ഭക്തരിലും മഹാദേവന്റെ അനുഗ്രഹം നിറയട്ടെ. ഓം നമഃ ശിവായ.